ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറശ്ശിനിക്കടവ് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുമ്പിലും ബേക്കിലുള്ള വണ്ടിയിലായിട്ടാണ് പോണേ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി. അപ്പോൾ അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയും അച്ചമ്മയും വല്യച്ഛനും അച്ചച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ജാനിക്കുട്ടി ഇങ്ങനെ ഇത്ര ലോങ് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ എൻ്റെ മേത്ത് ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അതിലൂടെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ട് നടന്നു കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നൊരു ദിവസമായിരുന്നു ജാനീൻ്റെ ചോറൂണ്. കാരണം എനിക്ക് പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏത് കുട്ടിയായാലും കുഴപ്പമില്ല, പക്ഷെ പെൺകുട്ടികളോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ജാനിക്കുട്ടീനെ. അപ്പോൾ ജാനിക്കുട്ടീൻ്റെ അച്ഛൻ ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ചു ജാനി കരയായിരിക്കുന്നു. ആൾക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല, നല്ല ഹാപ്പി ആയിട്ട് വഴക്കൊന്നും കൂടാതെ മടിയിലിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒന്ന് ചന്ദന തൊടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല വെട്ടിച്ചു, എന്നാൽ അവൾ അനങ്ങാണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പെൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് നേർച്ച വെച്ചതാണ് കേട്ടോ. പെൺകുട്ടി ആണെങ്കിൽ പറശ്ശിനിക്കടവ് വന്ന് ചോറ് കൊടുത്തോളാന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മുത്തപ്പൻ തന്നതാണ് ജാനീനെ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ പായസം ആയിരുന്നു കേട്ടോ. അപ്പോൾ പായസം അവളിങ്ങനെ ആദ്യം ഇങ്ങനെ കൊടുത്തപ്പോൾ ഇങ്ങനെ ഞൊണയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം പായസമൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ പുറത്ത് നിൽക്കുന്നവർക്ക് കൊണ്ടുപോയി തന്നു കേട്ടോ. ഇല ഇങ്ങനെ കൊണ്ടു തന്നു ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ജാനിക്കുട്ടീൻ്റെ ചോറൂണൊക്കെ നല്ല ഭംഗിയായി നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. കാരണം കാത്തിരുന്നൊരു ദിവസമല്ലേ ചോറൂണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിയും കൂടെ ഞങ്ങൾ 2 വണ്ടിക്കായിട്ട് ഒരുമിച്ച് പോയി കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് ഞങ്ങൾ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ തിരിച്ചു വന്നു. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതേ മുത്തപ്പൻ്റെയൊക്കെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ മേടിച്ച് സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ മുത്തപ്പനെയൊക്കെ കണ്ട് അപ്പം അങ്ങനെ മോളെ മുത്തപ്പൻ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മുത്തപ്പൻ മോളെ അപ്പുറത്തുനിന്ന് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ജാനീനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷമായി വെള്ളത്തിലൊക്കെ കളിക്കാൻ. പിന്നെ കുറച്ച് അച്ഛൻ്റെയും മോളുടെയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. തലേദിവസമാണ് പോയത്. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്നു. അങ്ങനെ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ബൈ.